കർത്താവിൽ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മാനവരാശിയുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന ക്രിസ്മസ് വന്നണഞ്ഞിരിക്കുന്നു. ലോകരക്ഷകനായ ക്രിസ്തുനാഥന്റെ ജനന വാർത്ത ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ക്രിസ്തുനാഥന്റെ ജീവിത സന്ദേശമായ നന്മയും എളിമയും താഴ്മയും ജീവിത പങ്കാളികളാക്കി നമുക്ക് സ്വീകരിക്കാം. ഇന്ന് ഈ ക്രിസ്മസ് യോഗത്തിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ക്രിസ്മസ് യോഗം നക്ഷത്ര സന്ധ്യ 2025 നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിനായി നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന റവറൻ വില്യംസൺ അച്ഛനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് മനുഷ്യനായി ദാസവേഷം സ്വീകരിച്ച് മനുഷ്യന് വേണ്ടി താണിറങ്ങി വന്ന അനുഗ്രഹീതമായ അനുഭവങ്ങളുടെ ശ്രേഷ്ഠമായ ഓർമ്മകൾ പുതുക്കുന്ന ഈ ക്രിസ്മസ് കാലയളവ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ സന്ധ്യ ഇത്തരത്തിൽ ഞങ്ങൾക്കിവിടെ ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് ദൈവം നൽകിയ സന്തോഷം പങ്കുവയ്ക്കാനും ഒരവസരം കൂടെ ഈ രാത്രി വേദിയായിപ്പോൾ കർത്താവെ, അവിടുത്തെ സാന്നിധ്യം തുറന്നുള്ള നിമിഷങ്ങളിൽ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദേവാലയങ്ങളിലും ഈ പരിസരത്തിലുമായി ഇവിടെ നടക്കുന്ന വിവിധങ്ങളായ ക്രിസ്മസ് പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കുകയും ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കുമായി ഇവയെല്ലാം ഭവിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ മധ്യത്തിലെത്തിയിരിക്കുന്ന പ്രിയച്ഛനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ സഭാ സെക്രട്ടറിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിന് കഴിഞ്ഞ നാളുകളിലെ കഠിനാധ്വാനം ചെയ്ത, പ്രത്യേകിച്ച് അതിൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന പ്രിയ ഏഞ്ചലിനെയും എല്ലാവരെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സർവമഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു രക്ഷകൻ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വാഗതം ആശംസിക്കുന്നതിന് ഏഞ്ചലിനെ. കർത്താവിൽ പ്രിയരെ, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷരായിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുക എന്നതാണ്. അതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ്. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ജനന മഹോത്സവത്തിൽ കുരിശുമുട്ടം ഇടവകയിൽ കുട്ടികളുടെ ക്രിസ്മസ് മഹിമയോടെ 20-ലേറെ വർഷങ്ങളായി നടന്നു വരുന്നു. ഈ വർഷവും നക്ഷത്ര സന്ധ്യ 2025 എന്ന പേരിൽ കുട്ടികളുടെ ക്രിസ്മസ് നടത്തുവാൻ അനുഗ്രഹിച്ച ദൈവത്തിന് ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ആദ്യമായി നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉപദേശത്തോടും നേതൃത്വം നൽകി വരുന്ന ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻ വില്യംസൺ അച്ഛനെ നക്ഷത്ര സന്ധ്യ 2025 സ്വാഗതം ചെയ്തു. ഇന്ന് ഈ യോഗത്തിന് വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട റവറൻ ഷിനോയ് അവറുകളാണ്. ഇരുമ്പിൽ ഡിസ്ട്രിക്റ്റിൽ CSI നെടിയകാല സഭാ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ദക്ഷിണ കേരള മഹായിടവകയിൽ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അദ്ദേഹം നമ്മുടെ VBS ടീച്ചറായി പ്രവർത്തിച്ചിരുന്ന ദിവ്യ ചേച്ചിയുടെ ഭർത്താവാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സഭാ സെക്രട്ടറിയായി ഇരിക്കുന്ന അനിൽ തോമസ് അങ്കിളിനെയും എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് നൽകി വരുന്ന അങ്കിളിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബാലജന സഖ്യത്തിൻ്റെയും പള്ളിയിലെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകി വരുന്ന കപ്പിയാരായി പ്രവർത്തിക്കുന്ന എബിയണ്ണനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾ കാണുവാൻ വന്നിരിക്കുന്ന ഇവിടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ബന്ധുക്കളെയും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ ക്രിസ്മസ് സന്ധ്യ സന്തോഷകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തുറന്നുകൂടെ നടക്കുന്ന പ്രോഗ്രാമുകൾ വീക്ഷിക്കാൻ വളരെ പ്രതീക്ഷയോടെയാണല്ലോ ആയിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന് ഉടമയാകണം എന്നുള്ളതാണ് ക്രിസ്തു ജനനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം സന്മനസ്സുള്ളവർക്ക് സമാധാനം ഓതുവാനാണ് ദൂതന്മാർ കടന്നു വന്നത്. ഓരോ ക്രിസ്മസും
നമ്മുടെ മനസ്സുകൾക്ക് രൂപാന്തരം വരണം. നമ്മുടെ മനസ്സുകൾ ക്രിസ്തുവിന് അനുയോജ്യമാകും വണ്ണം നാം പാകപ്പെടുത്തണം. ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ നാം ഓരോരുത്തരിലും ഉണ്ടാകണം എന്നുള്ളതാണ് ശ്രേഷ്ഠകരമായ വസ്തുത. ക്രിസ്തുവിൻ്റെ മനസ്സ് അത് എളിമയുള്ള മനസ്സാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് താഴ്മയുടെ പാരമ്പര്യത്തിലുള്ള ഒരു മനസ്സാണ്. അത് പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും കരുതുവാനും എളിമയോടെ വർത്തിക്കുവാനുമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ക്രിസ്തു ജനനം എന്നിലും നിങ്ങളിലും നൽകുന്ന സന്ദേശം നല്ല മനസ്സുകൾക്ക് ഉടമയാകുക എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം ചില പ്രഹസനങ്ങളിലൂടെ നമുക്ക് ഈ ലോകത്തെ കാട്ടുവാൻ കഴിയും. എന്നാൽ നമ്മുടെ മനസ്സുകളെ ആരാഞ്ഞറിയുവാൻ നമ്മുടെ ഇടയിലുള്ള ആർക്കും കഴിയുകയില്ല. അത് നമ്മിൽ നിഗൂഢമായ ഒന്നാണ് നമ്മുടെ മനസ്സ്. എന്നാൽ ദൈവം ലക്ഷ്യമാക്കുന്നത് മനസ്സുകളുടെ രൂപാന്തരമാണ്. ഈ കാലയളവുകൾ മനുഷ്യൻ സ്വാർത്ഥതയുടെ പിന്നാലെ നടന്നു പോകുന്ന ഒരു സാഹചര്യം. സ്വന്തമായി മാത്രം ജീവിക്കുവാനും സ്വയം സ്നേഹിക്കപ്പെടുവാനും സ്വയം പ്രകടിപ്പിക്കുവാനുമൊക്കെ ആഗ്രഹിച്ച് സ്വാർത്ഥതയിലേക്കും സ്വയത്തിലേക്കുമൊക്കെ തിരിയുമ്പോൾ മറ്റുള്ളവരെ കൺതുറന്ന് കാണുവാനും എളിയവരെ ആദരിക്കുവാനും ഈ ആർഭാടങ്ങൾ ആഘോഷങ്ങളുമൊക്കെ നാം കൊണ്ടാടുമ്പോൾ നമ്മുടെ സമൂഹത്തിലും മറ്റിടങ്ങളിലും എളിമയോടെ ജീവിക്കുന്നവർക്ക് ഒരു കരുതൽ നമ്മിലൂടെ ലഭ്യമാകുവാനുമുള്ള ഒരു നല്ല മനസ്സാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഞാനല്ലാത്ത മറ്റൊരുവൻ എൻ്റെ ശത്രുവായി കണക്കിടുന്ന ഈ ലോക വ്യവസ്ഥിതിയിൽ പരസ്പരം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന പുൽക്കൂട് എല്ലാവരെയും ഉൾക്കൊണ്ടതുപോലെ ആട്ടിടയരെ, വിദ്വാൻമാരെ, അത്തരത്തിൽ ആ കാലഘട്ടത്തിൻ്റെ സമൂഹത്തിൽ വിവിധ ശ്രേണികളിലായിരുന്നവരെ എല്ലാവരെയും പുൽക്കൂട് ആകർഷിക്കുകയുണ്ടായി. അതിൽ വേർതിരിവുകളോ വിഭാഗീയതകളോ ഒന്നുമില്ലായിരുന്നു. ഏവർക്കും ക്ഷണവും സ്വീകാര്യവുമായിരുന്ന ഒരു പുൽക്കൂടാണ് ക്രിസ്മസിൻ്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, സഹവർത്തത്തിൽ ജീവിക്കുന്ന, സാഹോദര്യത്തിൽ ജീവിക്കുന്ന ഒരു സഭാന്തരീക്ഷം, ഒരു സാമൂഹിക അന്തരീക്ഷം, ഇതൊക്കെയാണ് ക്രിസ്മസ് ദിനത്തിൽ സന്ദേശമായി ഈ ക്രിസ്മസ് നാമമായി പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ വളർന്നു വരുന്ന അനുഗ്രഹീതമായ ഒരു കുഞ്ഞു തലമുറ ദൈവിക കാഴ്ചപ്പാടിൽ, ദൈവിക വചനാധിഷ്ഠിതത്തിൽ, ആലയത്തോടുള്ള പ്രതിബദ്ധതയിൽ വളർന്നു വരുന്ന അനുഗ്രഹീതമായ കുഞ്ഞു തലമുറയുള്ള അനുഗ്രഹകരമായ ഒരു ദേവാലയമാണ് ഈ ദേവാലയം. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ നല്ല മനസ്സിന് ഉടമകളാക്കി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ, ഭവനവാസികളുടെ കർത്തവ്യമാണ്. മനസ്സുകൾ നന്നാണെങ്കിൽ മറ്റെല്ലാം ആ രീതികളിൽ അങ്ങ് ക്രമപ്പെട്ടുകൊള്ളും. നല്ല മനസ്സുകളായി അവരെ വളർത്തുവാൻ, സഹജീവികളെ കാണുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള മനസ്സിനുടമകളാക്കി ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ നമ്മുടെ മക്കളുടെ മനസ്സും അത്തരത്തിൽ പരിവർത്തനമായി മാറുവാൻ ഉള്ളൊരു ശ്രമമാകണം നമ്മുടെ ആലയങ്ങളിലൂടെ ലഭ്യമാകേണ്ടുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അത്തരത്തിൽ ഈ അനുഗ്രഹീതമായ നക്ഷത്ര സന്ധ്യ ഞാൻ നീട്ടുന്നില്ല. ഈ അനുഗ്രഹീതമായ നക്ഷത്ര സന്ധ്യയിൽ ഈ ദിനം വിവിധ പ്രോഗ്രാംസുകൾ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന, നന്നായിട്ട് ഒരുങ്ങി നല്ല പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ഇന്നാളുകളിൽ അവർ ചെയ്തു വന്ന ഇത്രയും പ്രാക്ടീസൊക്കെ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അവർ അവതരിപ്പിച്ച് കൈകടികൾ വാങ്ങുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളെയും ഞാൻ നേരുകയാണ്. ദൈവം നിങ്ങളുടെ തുടർ ജീവിതങ്ങളെ, നിങ്ങളുടെ പഠനങ്ങളൊക്കെയും അതിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ നക്ഷത്ര സന്ധ്യ 2025 എന്ന പ്രോഗ്രാം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ യോഗത്തിൽ നമുക്ക് കേക്ക് കട്ടി ഈ യോഗത്തെ ഉദ്ഘാടനം ചെയ്യും.
ചില അറിയിപ്പുകൾ നൽകാനുണ്ട്. ഗേൾസിന്റെ ഗ്രീൻ റൂം മുകളിൽ സ്റ്റോർ റൂമിലായിരിക്കും. ബോയ്സിന്റെ ഗ്രീൻ റൂം താഴെ സെല്ലാറിലായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, 2025 ഈ നക്ഷത്ര സന്ധ്യയുടെ മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമായി, ദൈവാനുഗ്രഹമായി കർത്താവെ, ഞങ്ങൾ ഈ സ്ഥലത്തായിരിക്കുന്നതിന് ഞങ്ങൾ കേട്ടതുപോലെ രൂപാന്തരപ്പെട്ട മനസ്സുകളുടെ ഉടമകളായി, ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ ഭാഗങ്ങളായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മനോഭാവങ്ങളിൽ വ്യതിയാനം വരേണ്ടിടത്ത് അവിടുന്ന് വ്യതിയാനം വരുത്തണമേ. അങ്ങനെ നന്മ നിറഞ്ഞ സാഹോദര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒക്കെ അനുഗ്രഹത്തിൻ്റെ പാഠങ്ങളായി ഞങ്ങൾ മാറാൻ സഹായിക്കണമേ. തുടർന്നുള്ള നിമിഷം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ബിനു അങ്കിളിന്റെ നേതൃത്വത്തിൽ തട്ടുകട പ്രവർത്തിച്ചു വരുന്നു. എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു.